നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. ഞാനിന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള പല പ്രാവശ്യങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള പല പ്രാവശ്യങ്ങളായിട്ട് സുഹൃത്തുക്കളും പലരും ബുദ്ധിജീവികളെന്ന് വിളിക്കുന്നവരും ഇനി ബുദ്ധിജീവികളല്ലാത്ത സാധാരണ മനുഷ്യരും എന്ന് പറയുന്ന സാധാരണ മനുഷ്യരെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ജീവിക്കുന്നവരും പ്രായമുള്ളവരും പ്രായം വളരെ പ്രായമുള്ളവരും അത് കഴിഞ്ഞിട്ടുള്ള ഒരു തലമുറയായ എന്നെപ്പോലെയുള്ളവരും, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള തലമുറയായ അടുത്ത തലമുറയും, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത തലമുറയും, ഇനി വരാൻ പോകുന്ന തലമുറയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഇത്രയും തലമുറകളുമായിട്ട് ഞാനിങ്ങനെ മാറി മാറി സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും കാരണം ആശയപരമായിട്ട് പലരുടെ അഭിപ്രായങ്ങൾ ഞാൻ തേടാറുണ്ടെന്നല്ല, അവർ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, എൻ്റെ അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏകദേശം എൻ്റെ ഒരു കണക്കനുസരിച്ചാണെങ്കിൽ ഞാൻ ഒരു 30 വർഷമായിട്ട് അഭിപ്രായങ്ങൾ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്നല്ല, 100,000 സബ്ജക്റ്റ് ഉണ്ട്. അതിൽ ഒരു സബ്ജക്റ്റ്, ആ ഒരു സബ്ജക്റ്റ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം അത് ചെയ്യേണ്ട കാലം വന്നിരിക്കുന്നു. അത് ചെയ്യണമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ്. അതായത് ഈ സമൂഹത്തിൽ ലോകം മൊത്തവും ഇപ്പോൾ ഏകദേശം എത്ര കോടി ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിളാണ്. ഏകദേശം 800 കോടിക്കോളം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 30-35 കോടിക്കിടയിൽ ജനസംഖ്യയുള്ള നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? 150 കോടി ക്രോസ് ചെയ്ത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് കൺട്രികളിലൊന്നായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ GDP റേറ്റിൽ എത്ര നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അഭിമാനത്തോടെ എല്ലാവരും മൊത്തത്തിലൊരു വല്ലാത്തൊരു ബൂം ബാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. നമ്മൾ ജപ്പാനെ പിന്തള്ളി നമ്മൾ മുന്നിലെത്തിയിരിക്കുന്നു എന്ന്. സബ്ജക്റ്റിൽ പറഞ്ഞതിന് മുമ്പേ ഞാൻ ഈ വിഷയം പറയുന്നതിൻ്റെ കാര്യം അതാണ്. നമ്മൾ ജപ്പാനെ പിന്തള്ളി എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്. ജപ്പാൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അത്ര പോലും ഇല്ലാത്തൊരു കൊച്ചു രാജ്യമാണ്. ആ രാജ്യത്തെ ജനസംഖ്യ നിങ്ങൾ എടുത്തു നോക്കിയാൽ എത്രയോ തുച്ഛമാണ്. ഒരു GDP റേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകത്തെ കുറിച്ചല്ല പറയുന്നത്, ടോട്ടൽ മനുഷ്യർ എത്ര പീപ്പിൾസ് ഈ ലോകത്തുണ്ടോ, എത്ര പീപ്പിൾസ് ഈ രാജ്യത്തുണ്ടോ, ആ രാജ്യത്തിൻ്റെ ടോട്ടൽ വരുമാനത്തിൻ്റെ ഡിവൈഡിങ് ബൈ പെർ പേഴ്സൺ വരുമാനം, ഡിവൈഡ് ബൈ പെർ പേഴ്സൺ, അതായത് മൊത്തം വരുമാനത്തിനെ ഡിവൈഡ് ചെയ്തിട്ട്, അതായത് അതിനെ ഭാഗിച്ചെടുത്തിട്ട് ഒരു വ്യക്തിയുടെ വരുമാനം എത്ര, ആ വ്യക്തിയുടെ വരുമാനം കാണുന്നതിലാണ് ഈ റേറ്റിംഗ് വരേണ്ടത്. ആ റേറ്റിംഗ് നോക്കുമ്പോൾ നമ്മൾ എവിടെയാണ്? ഞാനിതൊന്നും പൊളിച്ചു പറയാതിരിക്കണല്ല, ആ വിഷയമല്ല ഇപ്പോഴത്തെ സബ്ജക്റ്റ്. പക്ഷെ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ എവിടെയാണ്? 100-ലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് തെളിയിച്ചു തന്നെ. ജപ്പാനെ പിന്തള്ളി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ഒന്നും തന്നെ നല്ലതല്ലെന്ന് ഞാൻ പറയുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാന്റെ ജനസംഖ്യ എത്ര? ഒരു ജനത്തിന്റെ ആഗോള വരുമാനം എന്ന് പറഞ്ഞാൽ പ്രതിശീർഷ വരുമാനം, അതാണ് അതിന്റെ കണക്ക്. പ്രതിശീർഷ വരുമാനം, നിങ്ങളെ കുടുംബത്തിലെ പ്രതിശീർഷ വരുമാനം, ഓരോ വ്യക്തിയുടെയും പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചാൽ മാത്രമാണ് വ്യക്തി എന്നുള്ള നിലയ്ക്ക് GDP റേറ്റിംഗിൽ മുന്നിൽ വരുള്ളൂ. അല്ലെങ്കിൽ പറയുന്നത് ടോട്ടൽ ഇൻകം ആണ്. അതായത് എൻ്റെ കയ്യിൽ 10 ലക്ഷം കോടി രൂപയുണ്ട് എൻ്റെ കയ്യിൽ, എന്ന് എൻ്റെ തൊട്ട അയൽവാക്കാരൻ്റെ കയ്യിൽ 100 രൂപ പോലും എടുക്കാനില്ല. അങ്ങനെ കാശ് കുന്നുകൂടിയിട്ട് കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പ്രേക്ഷകരെ നിങ്ങൾ പറയൂ, ഉണ്ടോ എന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതിനൊരു അഭിപ്രായമൊന്നും ഞാൻ പറയൂല, കാരണം സാഹചര്യമൊക്കെ മോശമാണ്. എനിക്കതുകൊണ്ട് അത് ഞാൻ പറയുന്നുമില്ല. അതിൽ കാര്യമുണ്ടോ എന്ന് പ്രിയ പ്രേക്ഷകരെ ചോദിക്കൂ. എൻ്റെ കയ്യിൽ 10 ലക്ഷം കോടിയോ 1 ലക്ഷം കോടി വേണ്ട, 10 ലക്ഷം കോടി വേണ്ട, 1 ലക്ഷം കോടി രൂപ എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു ബിഗ് ബൈ മാനാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു നിത്യച്ചെലവിനെടുക്കാൻ 100 രൂപ പോലും ഇല്ല.
അങ്ങനെയാണെങ്കിൽ GDP-യിൽ നമ്മൾ മുന്നേറിയിട്ട് കാര്യമുണ്ടോ എന്നാണ് ഞാൻ പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യണതാണ്. ഇതൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ സ്വാഭാവികമായ സംശയങ്ങളാണ്. അപ്പോൾ ജപ്പാനും ക്രോസ് ചെയ്ത് നമ്മൾ GDP-യിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ പ്രതി വ്യക്തി വരുമാനം മുന്നിലേറിയാൽ മാത്രമാണ് അത് ആ കാശ് മാർക്കറ്റിൽ ഇറങ്ങുകയും ആ പൈസ മാർക്കറ്റിൽ വരുമ്പോൾ സ്പ്ലിഡ് ചെയ്തു പോവുകയും അത് മൾട്ടിപ്ലൈ ചെയ്തായി മാറുകയും അത് രാജ്യത്തിന് ഗ്രോത്ത് വരികയും ചെയ്യുള്ളൂ. അല്ലാതെ വരുന്ന വരുമാനം മോശമെന്നല്ല പറയണത്. പക്ഷെ അത് ഒരിടത്ത് പോയിട്ട് ബാങ്ക് പോലെയാണ്. ഒരു ബാങ്ക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ബാങ്ക് എന്താണ്? ബാങ്ക് എന്ന് പറയുന്നത് എല്ലാവരുടെയും കാശ് കളക്ട് ചെയ്തിട്ട് വരികയും ആ കാശ് എടുത്തിട്ട് കൂടുതൽ ഇൻട്രസ്റ്റിന് ലോൺ കൊടുക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. ആ ലോണിന്റെ ഒരു പ്രോഫിറ്റ് ഓഫ് ലെവലാണ് FD ഇട്ടിരിക്കുന്ന എനിക്ക് കിട്ടുന്ന വരുമാനം. മനസ്സിലായോ? അപ്പോൾ ആ ഒരു വരുമാനത്തിനെ ബന്ധിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കണമെങ്കിൽ പരാജയം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കുറേ പേരുടെ കാശ് വാങ്ങി ഇവിടെ കൂട്ടിയിടുന്നു. കൂട്ടിയിട്ടതിന് ശേഷം അത് കുറേ പേർക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ആ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുന്ന വരുമാനത്തിന്റെ ഒരു സ്രോതസ് അവിടുത്തെ FD ഇട്ടിരിക്കണവരോ മറ്റോ RBI ആയിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് കൊടുക്കുന്നു. RBI ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കല്ല, കസ്റ്റമർക്ക് കൊടുക്കുന്നു. കസ്റ്റമർക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബാങ്ക് എടുക്കുന്നു. ആ ബാങ്കിന്റെ എന്ന് പറയണത് ശമ്പളമാണ് അവിടെ ഇരിക്കുന്ന എല്ലാവരും വാങ്ങി കൂട്ടുന്നത്. അതായത് പണം കൂടുന്ന സ്ഥലം. പക്ഷെ ആ പണം എങ്ങനെ കൂടുന്നു എന്ന് ചോദിച്ചാൽ അത് പലരേ നാട്ടാണ് വന്ന് അവിടെ കൂടുന്നത്. പക്ഷെ ആ കൂടുന്ന ആരാണ്? പീപ്പിൾസ്, ജനം. ഞാൻ ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് ബാങ്ക് എന്തെന്ന് നിങ്ങൾ അറിയണത്. ബാങ്ക് അത് ജനത്തിന്റെ കാശാണ് ബാങ്ക്. അല്ലാതെ ബാങ്ക് ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട ബാങ്കിൽ ഏതെങ്കിലും മാനേജർ ബാങ്കിന്റെ കാശ് അവിടെ ഉണ്ടോ? ഇനി ഇല്ല, വേണ്ട. ഏതെങ്കിലും വലിയ വമ്പൻ കമ്പനികൾ ഏതെങ്കിലും ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. കമ്പനികൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. അത് ആ ലോൺ എടുക്കുന്ന എൻ്റെ പൈസയാണ്. മീൻസ് എൻ്റെ പൈസ എന്ന്, സോറി, ഞാൻ ഒരു കോർപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ പൈസയാണ്. ആ പൈസ എടുത്തിട്ടാണ് മറ്റവന് കൊടുക്കുന്നത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ബാങ്ക് എന്ന് പറയുന്നത് 100, 1000, 2000, 5, 50 ലക്ഷം പേരുടെ കാശ് ഒരുമിച്ച് എടുത്ത് ഒരിടത്ത് കൊണ്ടുവന്നിട്ട്, ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അത് ബാങ്കിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവർക്ക് കൊടുക്കണതാണ്. ആ കൊടുക്കുന്നത് കൊണ്ട് ആർക്ക് ഗുണം? ആ കൊടുക്കണ ഞാനാണെങ്കിൽ കോർപ്പറേറ്റായി എനിക്കാണ് ഗുണം. പകരം നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാവുമെന്ന് നിങ്ങൾ ഉണ്ടോ? നിങ്ങൾ ജീവിതകാലം മൊത്തം ത്യാഗം ചെയ്ത് കൊണ്ട് ഇറക്കേണ്ടി വരും. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. ഉണ്ടെങ്കിൽ പറയൂ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള GDP റേറ്റിംഗ് വരാൻ പാടില്ല. ആ രീതിയിലൊന്നും ഒരു വികസിത രാജ്യങ്ങൾ അനുവദിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു വികസിത രാജ്യവും പ്രതിശീർഷ വരുമാനം വ്യക്തിയിൽ കൂടി വന്നില്ല എങ്കിൽ, എവിടെയെങ്കിലും കൂടിക്കിടക്കുന്നുവെങ്കിൽ, ഇപ്പൊ എൻ്റെ കയ്യിൽ 1 ലക്ഷം മുതൽ 10 ലക്ഷം കോടി രൂപ എൻ്റെ സ്ഥലത്ത് കെട്ടിക്കിടക്കുന്നുവെങ്കിൽ അത് പ്രതിശീർഷ വരുമാനമായിട്ട് കണക്കാക്കൂല. ഇറ്റ്സ് എ റോങ് വർക്ക്. അതൊരു റോങ് വർക്കാണ്. അത് മൾട്ടിപ്ലൈ ചെയ്ത് 140 കോടി ജനങ്ങൾക്കും ഉപയോഗിക്കുന്ന ലെവലിൽ എത്തുമ്പോഴാണ് ആ രാജ്യം ഗ്രോത്ത് എന്ന് പറയുന്നത്. ഗ്രോത്ത് ടോപ്പിലോട്ട് പോകണമെന്ന് പറയണത്. എന്നാൽ എൻ്റെ രാജ്യം ഗ്രോത്തിലോട്ട് പോണില്ല എന്നല്ല ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് പറയുകയാണ്. അതായത് നമ്മളെ നാട്ടിലെ ഒരു 10% പേരുടെ കയ്യിൽ എല്ലാ കാശും എത്തിപ്പെട്ടിട്ടും ബാക്കിയുള്ളവരൊക്കെ ഒരു വല്ലാതൊരു അഭിമാനം, എന്താ പറയുന്നത്, പുളകം കൊള്ളുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മളെവിടെ എത്തിയെന്ന്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ജപ്പാനുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യരുത്. നമ്മളെ ഒരു മിനിമം എങ്കിലും ഇന്ത്യയെ ഏത് രാജ്യമായിട്ട് കമ്പയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ മിനിമം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ യുണൈറ്റഡ് സ്റ്റേറ്റുമായിട്ട് മാത്രമേ കമ്പയർ ചെയ്യാവൂ. എന്തുകൊണ്ട് ഞാനത് പറയണമെന്ന് നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കി തരാം. യുണൈറ്റഡ് സ്റ്റേറ്റ് ഒരു റിച്ച് കൺട്രി ഒന്നുമല്ല. യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പലയിടത്തു നിന്നുള്ള കാര്യങ്ങൾ, പലയിടത്തെയും മണി അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ ജനത്തിന് ഗ്രോത്ത് കിട്ടുന്നതിനപ്പുറം അവരൊന്നും ചിന്തിക്കാറില്ല.
നിങ്ങൾ നോക്കിക്കോ, ഇപ്പോഴും യുണൈറ്റഡ് സ്റ്റേറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ലെവൽ നോക്കൂ. അവരതിനപ്പുറം ഒന്നും ചിന്തിക്കുന്നില്ല. അത് തെറ്റല്ലെന്നാണ് ഞാൻ പറയുന്നത്. അവരെ രാജ്യം, അവരത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവരെ ജോലിയാണ്. അവിടുത്തെ പ്രസിഡന്റിന്റെ ജോലിയാണ്. പ്രൈം മിനിസ്റ്റർ, അവിടെ പ്രൈം മിനിസ്റ്റർ ഇല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരും ജോലിയാണ്. അത് തെറ്റില്ല. അവർ ശ്രമിക്കുന്ന എന്താണ്? അവരുടെ ആളോഹരി വരുമാനം കൂട്ടാനാണ്. അല്ലാതെ അവിടുത്തെ കുറെ മില്യനേഴ്സിന്റെ ട്രില്യനേഴ്സിന്റെ കയ്യിൽ കുറെ കാശ് കൂടി കിടന്നോട്ട് ഗുണമില്ലെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോഴല്ല, അവർ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരങ്ങനെ തന്നെയാണ് പോണത്. അത് അപ്പോൾ ആ ഒരു നിലവാരത്തിലോട്ട് ഇന്ത്യ എത്തണം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എത്തണം. ആളോഹരി വരുമാനം കൂടാത്ത ഒരു രാജ്യവും ഒരിടത്തും ഒരു സ്റ്റേറ്റും കടം മാത്രം വാങ്ങി വെച്ചിട്ട് എപ്പോഴും ലോണ് 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 ലോൺ എന്ന് പറഞ്ഞു പോകുന്ന ഒരു സ്റ്റേറ്റും നോ ഗ്രോത്ത് ബൈ ഒരു ഗ്രോത്തും ഇല്ലാന്ന് എൻ്റെ പ്രിയ ജനമേ മനസ്സിലാക്കുക. അത് ഗ്രോത്ത് അല്ല, ഡീഗ്രോത്ത്, നെഗറ്റീവ് എഫക്റ്റ്. അതായത് കാശ് ഒരു എത്ര മുന്നേറി എന്നുള്ളതല്ല, കാശ് എവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. പണം മൾട്ടിപ്ലൈ ചെയ്യണം. പകരം ഒരിടത്ത് കൂടി എൻ്റെ കയ്യിൽ മാത്രമായിട്ട് 10 ലക്ഷമോ 50 ലക്ഷമോ മില്യനോ ട്രില്യനോ കെട്ടിക്കിടന്നിട്ട് ഒരു കാര്യവുമില്ല. അതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോടുന്നുള്ളതാണ്. ആ കാശ് വീണ്ടും എൻ്റെ കയ്യിൽ മില്യൻ മാറി ട്രില്യൻ മാറി അടുത്ത ടോപ്പിലോട്ട് പോണതിലാണ് കാര്യം. ആ നിലയ്ക്ക് എൻ്റെ രാജ്യം വളരണമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ രാജ്യമൊന്നല്ല, എല്ലാവരും വളരണമെന്ന് തന്നെയുള്ള ഒരു ആഗ്രഹമാണ് ഞാൻ. അതിന് നമുക്ക് അതിർത്തികളൊന്നും പാടില്ല. ഇപ്പം ഞാൻ നിങ്ങളടുത്ത് പറയുന്ന വിഷയം നിങ്ങൾ മനസ്സിലാക്കൂ. പ്രിയ പുളകം കൊള്ളുന്നവരെ, ഇവിടെ ഭയങ്കര പുളകം, എല്ലാവർക്കും പുളകമാണ്. നമ്മൾ GDP റേറ്റിങ്ങിൽ പോയി ബാണം ഇട്ട പോലെ പോയി. ഇല്ല സുഹൃത്തെ, GDP റേറ്റിങ്ങിലൊക്കെ നമ്മളൊക്കെ നോക്കുകയാണെങ്കിൽ 65% ജലത്തിൻ്റെ അവസ്ഥ പരമദയനീയമാണ്. നിങ്ങൾക്ക് അത് എന്നെ എതിർക്കാം, പക്ഷേ ഞാൻ ഇന്നലെ അനുഭവിച്ച കാര്യമാണ്, മെനഞ്ഞാന്ന് അനുഭവിച്ച കാര്യമാണ്. 2 ദിവസം ഞാനിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ എനിക്കിത് പറയാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ യാത്ര ചെയ്യുന്ന മനുഷ്യനാണ്. ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ യാത്ര കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഒരാളും വിഷയം ചോദിക്കരുത്, ഒരു മനുഷ്യനും ചോദിക്കരുത്. ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, അച്ഛന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. കുട്ടികളൊക്കെ എൻ്റെ ഫ്രണ്ടിൽ വന്ന് എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു. എനിക്കൊന്നും കൊടുക്കാനും പറ്റണില്ല, കാരണം എന്നെക്കൊണ്ട് ഒന്നും ആവണില്ല. ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുന്നു. ഞാൻ ഈ പരാജയപ്പെടുന്നു പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ ഇന്ത്യയിൽ വരരുതെന്നാണ് ഞാൻ പറയണത്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ എല്ലാ മനുഷ്യരും, എൻ്റെ നാട്ടിലെ എല്ലാവരും റിച്ചായിട്ട് എൻ്റെ ഫ്രണ്ടിൽ വരണം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുകയാണ്. എൻ്റെ നാട്ടിൽ ആരും എൻ്റെ മുമ്പ് കൈ നീട്ടാൻ വരരുത്. എൻ്റെ ഫ്രണ്ടിലോ ആരെയും മുമ്പേ കൈ നീട്ടാൻ വരരുത്. അവർ പറഞ്ഞത് ഏറ്റവും നല്ല പേഴ്സണാലിറ്റിയോടെ, ഏറ്റവും സ്റ്റൈലിഷായിട്ട് ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഞാൻ പുതിയ ആശയങ്ങളോട്ട് വന്നത്. പക്ഷേ ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ കാണുന്നത് ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ ധാരാളം പണം, പിന്നെ ഒരു 65-70% കയ്യിൽ ഒന്നുമില്ല. ഇപ്പോൾ അതിലൊരു 40% വരെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുകയാണ്. 25% ജനത്തിൻ്റെ അവസ്ഥ പരമദയനീയം. അങ്ങനെയുള്ള നമ്മൾ വെറുതെ ജപ്പാനെ ക്രോസ് ചെയ്തെന്നോ ഒന്ന് കമ്പയർ ചെയ്ത്, ഞാൻ പറയുന്നത് നിങ്ങൾ മിനിമം യുണൈറ്റഡ് സ്റ്റേറ്റ് അവരോട്ട് കമ്പയർ ചെയ്യൂ. എന്തുകൊണ്ട്? യുണൈറ്റഡ് സ്റ്റേറ്റ് എപ്പോഴും അവർക്ക് ആ സ്റ്റേറ്റ്, യുണൈറ്റഡ് കൺട്രിക്ക്, എന്നെ സംബന്ധിച്ച് ഒരു സ്റ്റേറ്റ് എന്ന് ഞാനങ്ങനെ പറഞ്ഞതാണ്. അതായത് അമേരിക്ക എപ്പോഴും അമേരിക്കയുടേതായ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി മാത്രമേ അവർ പ്രവർത്തിക്കാറുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനു വേണ്ടി അവരെന്ത് റിസ്ക് കൊടുക്കും. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർക്കറിയാം ഒരിടത്ത് പൈസ കൂടിയിട്ട് കാര്യമില്ല, അത് മൾട്ടിപ്ലൈ ചെയ്യണം, അത് മാർക്കറ്റിൽ ഇറങ്ങണം. മാർക്കറ്റിൽ ഇറങ്ങി വന്നാലേ USA ഗ്രോത്ത് ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അമേരിക്ക ഒരു കുറ്റമേ അല്ല, ഞാൻ എക്സാമ്പിൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അങ്ങനെ നമ്മളെ ഇന്ത്യ മാറണം. ഇന്ത്യയുടെ 60% താഴെ, 60-65% ഇന്നും ദരിദ്രയിലേക്ക് താഴെ, പിന്നെ അതിൽപ്പെട്ടൊരു 40% ഇടാം. 25% പേര് ഒരു നേരം പോലും ആഹാരമില്ലാത്തതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് തർക്കിക്കാനെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ഞാൻ ഒക്കെ യാത്ര ചെയ്ത മനുഷ്യനാണ്. ഞാൻ അത്യാവശ്യം മോശമല്ല, അത്യാവശ്യം യാത്ര ചെയ്ത് വന്നപ്പോഴും ഒരു വിഭാഗം ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാതെ തെണ്ടണ്.
കുട്ടികൾ, കുഞ്ഞു കുട്ടികൾ, 6, 7, 5 വയസ്സ്. അവരെയൊന്നും ഞാൻ വീഡിയോ എടുത്തിടാത്ത എന്തെന്ന് നിങ്ങൾക്ക് അറിയോ? കുട്ടികളെ എനിക്ക് കാണിക്കാൻ താല്പര്യമില്ല. ഒരു കുട്ടിയെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഈ ഒരു കുട്ടിയെ തെണ്ടിക്കൊണ്ട് നടക്കുന്നത് കാണിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? രക്ഷകർത്താക്കളെ, നിങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ പറയും. നിങ്ങളെ മക്കള് റോഡെ തെണ്ടിക്കൊണ്ട് നടക്കുന്നുണ്ട് 10 രൂപയ്ക്ക്, 20 രൂപയ്ക്ക്, 30 രൂപയ്ക്ക്, 5 രൂപയ്ക്ക് ആഹാരം കഴിച്ചില്ല എന്നുകൊണ്ട്. അങ്ങനെ തെണ്ടാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് ചോദിക്കുന്നത്. അത് ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ടെന്നല്ല, ഒരുപാട് പേർക്കുണ്ട്. പക്ഷെ ഞാൻ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും ഞാൻ എൻ്റെ രാജ്യത്തെ കുറ്റം പറയണം. അല്ല, ഫൈറ്റ്, വാർ. മറ്റൊരു രാജ്യത്തെ നശിപ്പിച്ചിട്ടല്ല എൻ്റെ രാജ്യത്തിൻ്റെ ഗ്രോത്ത് വരുത്തേണ്ടത്. പക്ഷേ എൻ്റെ രാജ്യത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കേണ്ടത് ഇവിടുത്തെ എല്ലാവരെയും ബാധ്യതയാണ്. പക്ഷേ പണം ഒരിടത്ത് എൻ്റെ കയ്യിൽ മാത്രം 10 ലക്ഷം $10 ട്രില്യൺ, 10 ലക്ഷം $10 ട്രില്യൺ കെട്ടിക്കിടന്നെന്ന് പറഞ്ഞ് ഒരു ഗുണവുമില്ല. ഒരു ഗുണമെന്നല്ല എന്ന് പറയണം, ഒരു ഗുണവുമില്ല. അവിടെ കെട്ടിക്കിടക്കേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കും. എൻ്റെ പേരിൽ ഒരു 5-6 ലക്ഷം പേരുണ്ടാവും. അത് അമേരിക്ക ചെയ്യുന്നില്ലെന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. അമേരിക്ക അത് ചെയ്യുന്നില്ല. അവര് ഓപ്പൺ മാർക്കറ്റിൽ കാശ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കാൻ. അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ, ഞാനിപ്പോഴും സബ്ജക്റ്റ് വന്നിട്ടില്ല. അതായത് പ്രതിശീർഷ വരുമാനം ഒരു കുടുംബത്തിൽ, ഒരു കുടുംബത്തിലുമല്ല, ഒരു വ്യക്തിയിൽ വർദ്ധിച്ചാൽ മാത്രമേ, കുടുംബം എന്ന് പറയുന്നത് പലരും കൂടി ഒന്നിലധികം ആൾക്കാർ കിടക്കുന്ന ജോയിൻ ചെയ്ത് താമസിക്കണം, ഞാൻ അങ്ങനെ പറയണില്ല. ഒരു വ്യക്തിയിൽ വർദ്ധിക്കുകയും ആ വർദ്ധിക്കുന്നത് GDP റേറ്റിംഗിൽ മുന്നിൽ വരുമ്പോഴാണ് ഒരു രാജ്യം വികസിച്ചത് എന്ന് എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കുക. അതെൻ്റെ പ്രേക്ഷകരെ, ഞാൻ ആ വിഷയം അവിടെ നിർത്തുന്നു. ഒന്ന്, ഇനി ഞാൻ വന്ന വിഷയം അതല്ല. വന്ന വിഷയം 10-30 വർഷമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണല്ല, ചർച്ചകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്കൊന്നും അതറിയില്ല. പ്രേക്ഷകർക്കെല്ലാം മീഡിയയുടെ പുറത്തും മറ്റു കാര്യങ്ങളുമാണ്. പക്ഷേ ഞങ്ങൾ ഇൻസൈഡിൽ, ഞങ്ങളല്ല പലരും ഇൻസൈഡിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. കേരളത്തിലെ ചാരായ നിരോധനം പോസിറ്റീവാണോ നെഗറ്റീവാണോ? പ്രേക്ഷകരെ, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാൻ തയ്യാറൊന്നുമില്ല. അങ്ങനെ തന്നെ ഞാൻ പറയും. നിങ്ങൾ ചിലപ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. ഞാൻ ഈ 30 വർഷം, ഏകദേശം 35 വർഷമായി കേരളത്തിൽ ചാരായ നിരോധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാലോ, ഞാനൊരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്ത 25-30 വർഷമായിട്ട് കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോഴും ഒരു 3-4 വർഷം കൊണ്ട് വർക്ക് ചെയ്യണില്ല, കോവിഡിന് ശേഷം. പിന്നെ 2, ഇപ്പോൾ ഞാൻ വിളിച്ചിട്ടും കോർപ്പറേറ്റ് കമ്പനിയിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കിയതുകൊണ്ട്. എന്നാൽ കോർപ്പറേറ്റ് കമ്പനി മോശമെന്നല്ല ഞാൻ പറയണത്. കമ്പനികൾ ആവശ്യമാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ ചാരായ നിരോധനം, ഏറ്റവും ലോക്കൽ, ഈ ചാരായ നിരോധനം ഗുണം ചെയ്തോ ഇല്ലയോ? പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഒരുപാട് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ, പക്ഷെ ഞാൻ എൻ്റെ അനുഭവം 30 വർഷത്തെ നല്ല സ്റ്റഡി വെച്ച് പറയണത്, ചരിത്രപരമായി എടുത്ത മണ്ടൻ തീരുമാനം, ചരിത്രമെടുത്ത മണ്ടൻ തീരുമാനം, ബുദ്ധിയില്ലാത്ത ചില മനുഷ്യർ, ബുദ്ധിയില്ലാത്ത ചില മനുഷ്യരെടുത്ത മണ്ടൻ തീരുമാനമാണെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ എന്നെപ്പോലുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പാവപ്പെട്ട ജനത്തിന് ടെക്നിക്കലായിട്ട് കുരുതി കൊടുത്ത തീരുമാനമാണെങ്കിൽ അത് ചരിത്രപരമായ മണ്ടത്തരമല്ലേ? പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ അറിയേണ്ടതല്ലേ? അതായത് 2 കാര്യമാണ് ഞാൻ പറയണത്. 2 കാര്യം. അതായത് ഈ സബ്ജക്റ്റ് നിരോധിച്ചുകൊണ്ട് നാട്ടിലൊരു ഗുണമുണ്ടാകുകയും അത് മറ്റെല്ലാ രീതിയിലും നമ്മുടെ 3.5-4 കോടി വരുന്ന ഈ കേരള ജനതയ്ക്ക് ഗുണമുണ്ടായെങ്കിൽ അത് ഏറ്റവും പോസിറ്റീവ്. പക്ഷേ അതങ്ങനെയല്ല. ഞാനൊരു കോർപ്പറേറ്റീവ്, എന്നെ കണ്ടാൽ നിങ്ങൾ എന്നെ കാണും, നോബക് സോളയെ കാണും. ഞാൻ നിങ്ങളെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ചെയ്യുക എന്ന് പറയും. അതായത് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ പച്ചപിടിക്കുകയോ, അല്ലെങ്കിൽ അത് മതി, ഒരു 60% ജനത്തിനും അത് മതി, അവർ അത്രയേ വരുമാനമുള്ളൂ, അതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അവരൊരിക്കലും ഞാൻ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് വാങ്ങൂല. കാരണം ഇത് ഇത്തിരി വാല്യൂ കൂടുതലാണ്, എൻ്റെ ഇഷ്ടത്തിന് വരില്ല. അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ
എൻ്റെ പ്രോഡക്റ്റ് വാങ്ങാൻ കരുതി നിങ്ങളുടെ ചീപ്പ് പ്രോഡക്റ്റ് എന്ത് ചെയ്യണം, നിരോധിക്കുക എന്ന് പറയും. അപ്പോൾ എൻ്റെ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ കരുതി ഞാനൊരു വലിയൊരു എമൗണ്ട് എല്ലാവർക്കും ഷിഫ്റ്റ് ചെയ്യും. എല്ലാവർക്കും ഞാൻ ഷിഫ്റ്റ് ചെയ്യും. ഞാൻ ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം ടെക്നിക്കലായിട്ട് പല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇത് നിരോധിക്കും. അത് നിരോധിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, പതുക്കെ പതുക്കെ പല രീതിയിൽ ഇന്റർനാഷണൽ ലെവലിൽ കമ്പനികളിലൂടെ ലോഞ്ച് ചെയ്യും. ലോഞ്ച് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, അതിവിടെ മാർക്കറ്റ് കീഴടക്കും. കാരണം മറ്റത് കിട്ടാനില്ല. ജനത്തിന് ആവശ്യമാണ്, ജനത്തിന് ആവശ്യമാണ്. ആവശ്യമായത് വിൽക്കും. വിൽക്കുന്നത് പണമായി മാറും. പണം പിന്നെ പലരെയും അക്കൗണ്ടിലോട്ട് പോകും. അതൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞാണ്, അങ്ങനെയാണ് ഈ നിരോധനം ഉണ്ടായതെങ്കിൽ അത് ശരിയാണോ എന്നാണ് ഞാൻ പ്രേക്ഷകർക്ക് ചോദിക്കുന്നത്. ഞാൻ അതാണ് പറയണത്, ഈ നിരോധനം തെറ്റായിരുന്നു. ഇത് നിരോധിച്ചത് കൊണ്ടുള്ള 3-4 ഫാൾട്ട് ഞാൻ നിങ്ങളുടെ തുറന്നു പറയണം. നമ്പർ 1, കേരളത്തിൽ പ്രതിശീർഷ വരുമാനം എൻ്റെ കണക്കിലനുസരിച്ചാണെങ്കിൽ ഒരു 20 ലക്ഷം കോടി രൂപയെങ്കിലും വരാം. 20 ലക്ഷം കോടി ഇന്ത്യൻ റുപ്പി വരാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് കട്ട് ചെയ്തു. 1, മിനിമം 1 ലക്ഷം കുടുംബങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തി. 1 ലക്ഷം കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ 1 ലക്ഷം കുടുംബങ്ങളിൽ 4 പേർ എടുക്കാം. അപ്പൂപ്പൻ, അമ്മമ്മ, അച്ഛൻ, ഭാര്യ. ഇത് 4 പേര്. കുട്ടികളെ വിടാം, കാരണം കുട്ടികളുടെ ഗ്രോത്തിനകത്തല്ല, അവർ കുഞ്ഞുങ്ങളെന്ന് വയ്ക്കാം. 4 പേര് വെച്ച് നോക്കിയാൽ 1 ലക്ഷം കുടുംബത്തിന് ഉണ്ടാവുന്ന വരുമാനം അതായത് 1 ലക്ഷം കുടുംബത്തിന്റെ വരുമാനം 4 പേർക്കായിട്ട് ഷെയർ ചെയ്ത് വയ്യാൻ 40 ലക്ഷം തൊഴിലവസരം നഷ്ടപ്പെടുത്തി. അതായത് 4 കോടി ജനത്തിന്റെ 40 ലക്ഷം തൊഴിലവസരം നഷ്ടപ്പെടുത്തിയാൽ 10%, ഇത് ഗവൺമെന്റ് അല്ല, പ്രൈവറ്റ് കാര്യമാണ് ഞാൻ പറയുന്നത്, 10% തൊഴിലവസരം നഷ്ടപ്പെടുത്തി. ഇനി ഇന്റർനാഷണലൈസ് ചെയ്തിട്ട് കേരളത്തിന്റെ പ്രോഡക്റ്റുകൾ വിൽക്കാനുണ്ടാവുന്ന എല്ലാ സാഹചര്യങ്ങളും നഷ്ടപ്പെടുത്തി. ബ്ലോക്ക് ചെയ്ത് ഞാനാണ് എന്ന് മനസ്സിലാക്കണം. ഞാൻ കോർപ്പറേറ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കൂ, 40 ലക്ഷം പേര് എന്നുള്ളതിനേക്കാളും അടുത്ത തലമുറ. കാരണം കേരളത്തിന്റെ എല്ലാ പ്രോഡക്റ്റും ലോകം മൊത്തം മൾട്ടിപ്ലൈ ചെയ്യും. കാരണം അതിന് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞില്ല. കേരളത്തിലെ ക്ലൈമറ്റിന് ഒരിക്കലും ചേഞ്ച് ഇല്ല എന്ന് മനസ്സിലാക്കണം. ഇറ്റ്സ് എ കൂൾ ആൻഡ് കാം ആൻഡ് ക്വൈറ്റ് ക്ലൈമറ്റ് ആണ് കേരളത്തിൻ്റെത്. ഇവിടെ എന്ത് പ്രൊഡക്റ്റ് ചെയ്താലും ക്വാളിറ്റി ഉണ്ടാവും. നിങ്ങൾ നോക്കൂ, വളരെ ചൂടുള്ള സ്ഥലത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റ് ചെയ്താൽ അതിന്റെ ക്വാളിറ്റി ഡിഫറെൻ്റ് ആണ്. വളരെ തണുപ്പായ സ്ഥലത്ത് എന്തെങ്കിലും നിങ്ങൾ പ്രൊഡക്റ്റ് ചെയ്ത് നോക്കൂ, ആ ക്വാളിറ്റി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ലോകത്തെല്ലാം തന്നെയും ചൂടും കൂടുതലല്ല, തണുപ്പും വരുന്നില്ല. അത്തരം സ്ഥലങ്ങൾക്ക് എപ്പോഴും പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റും. 1. രണ്ടാമത്, ആ പ്രൊഡക്റ്റുകൾക്കൊക്കെ എന്ത് പറയുന്നത്, ഹെവി എഫക്റ്റാണ്. മെഡിസിൻ ആയാലും ഇത്തരം പ്രോഡക്റ്റ് ആയാലും ഇതെല്ലാം അങ്ങനെ തന്നെ കണ്ടു. ഭക്ഷണമായിട്ട് കണ്ടാത്തി, ഭക്ഷണങ്ങളായാലും ടേസ്റ്റ് കൂടുതലായിരിക്കും, രുചി കൂടുതലായിരിക്കും, ഹെൽത്ത് കൂടുതലായിരിക്കും. അത്തരം സാധ്യതകളെല്ലാം ഇവിടെ തച്ച് തകർത്ത് എന്ന് ഞാൻ പറയും. പ്രേക്ഷകർ നിങ്ങളെ ഇഷ്ടത്തിന് തീരുമാനിക്കൂ. തൊഴിലവസരം നഷ്ടപ്പെടുത്തി. പിന്നെ നമ്മുടെ യുവതികളെ ഇവിടെ നകത്തി ദൂരെ കൊണ്ട് എറിയണു. എന്നിട്ട് അവരവിടെ പോയി ഇതൊക്കെ ചെയ്യണു. പക്ഷെ ഇതെല്ലാം എൻ്റെ നാട്ടിൽ, ഈ പറയണ കേരളത്തിനകത്ത് സൃഷ്ടിക്കപ്പെട്ടെടുക്കാൻ പറ്റുമെന്നല്ല, അതിനെല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്തു. ഐ ആം കോർപ്പറേറ്റ് ഭീമൻ. അതിനു വേണ്ടിയാണോ ഈ നിരോധനം ഉണ്ടാക്കിയതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ അല്ല എങ്കിൽ എന്തിന് നിരോധിച്ചിട്ട് മറ്റു കാര്യങ്ങൾക്ക് ഇവിടെ ഓപ്പണൈസ് ചെയ്ത് കൊടുത്തു? ഇപ്പൊ മറ്റു കാര്യങ്ങളാണല്ലോ ഇവിടെ ഓപ്പണൈസ്. ആരിക്കട്ടെ, ആരെങ്കിലും ഈ ഓപ്പണൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിൽ ഈ പറയുന്ന സാധനം കൊണ്ടുവരൂ? നിങ്ങൾക്ക് ഞാൻ തെളിവ് വെച്ചുതരാന്ന്. ഇന്നലത്തെ തെളിവ് വെച്ചുതരാം. ഇന്നലെ പ്രേക്ഷകരെ, ഞാനിപ്പോഴും ചോദിക്കുന്നതാണ്, ഈ നിരോധനങ്ങൾ ശരിയോ തെറ്റോ? ഞാൻ പറയുന്നു തെറ്റ്. ഓപ്പണൈസ് ചെയ്യണം. ഇവിടെ തൊഴിൽ വരണമെങ്കിൽ, നിങ്ങൾ അടുത്ത തലമുറ ഇവിടെ നിൽക്കണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഓപ്പണൈസ് ചെയ്യണം. പ്രതിശീർഷ വരുമാനത്തിനെ കുറിച്ച് ഞാൻ ആദ്യം 20 മിനിറ്റ് തകർത്ത് സംസാരിച്ചത് അതുകൊണ്ടാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. പക്ഷെ ഞാൻ ചെയ്തു വെച്ചിട്ടേ കണ്ണടച്ചു പോകുള്ളൂ. നിങ്ങൾക്ക് ബോറടിക്കും. യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്, പുതിയ തലമുറയുടെ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയൂ. പൊട്ടന്മാർ, മണ്ടന്മാർ കാണിച്ചു വെച്ചിരിക്കുന്ന മണ്ടത്തരത്തനത്തിന് പുറകെ പോകാതിരിക്കും.
നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ നാട്ടിൽ വിളയാത്ത എന്ത് സാധനമുണ്ട്? എന്തിൽ നിന്നാണ് ഈ പല പ്രോഡക്റ്റുകളായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റാതിരിക്കുന്നത്? നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ നാട്ടിൽ വിളയാത്ത എന്തുണ്ട്? ചുമ്മാ കോല് കുത്തിയിട്ട് കഴിഞ്ഞാൽ പല കിഴങ്ങുകളും ഉണ്ടാവും, ചുമ്മാ കുത്തിയിട്ട ഫ്രൂട്ട്സ് ഉണ്ടാവും. ഇതെല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു മീഡിയം ക്ലൈമറ്റിൽ വളരണം, അത് രുചി കൂടുതലാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ഇന്നലെ മെനഞ്ഞാന്ന് ഞാനൊരു ഹോട്ടലിൽ ഇരുന്നപ്പോഴും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് വന്നത് പപ്പായയാണ്, റെഡ് പപ്പായ. നമ്മുടെ യെല്ലോയോ അല്ല, റെഡ് പപ്പായാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും എഫക്റ്റായിട്ട് എൻ്റെ മുമ്പ് 3 സ്റ്റാർ ഹോട്ടലിൽ അവതരിപ്പിച്ചത്. അവർ ഞാൻ അറിയുന്നില്ല, അവർ വിചാരിച്ച് ഞാൻ വേറെ എവിടെയുള്ള ആളാണ്, ഞാൻ നല്ല മലയാളിയാണെന്ന് അവരറിയുന്നില്ല. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണെന്ന് അറിയണില്ല. ഇതിൽ നിന്നെല്ലാം പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. നിങ്ങൾ നോക്കി ടോപ്പിലോട്ടാണ്, ഇതിൽ നിന്ന് കൺവേഴ്സ് പലതും. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത് ഇതിൽ നിന്നെല്ലാം തന്നെ എല്ലാ പ്രോഡക്റ്റും ഉണ്ടാക്കുക. ആൽക്കഹോൾ മുതൽ എല്ലാം, എന്തും മെഡിസിൻ എന്തും നമ്മുടെ നാട്ടിൽ വളരെ, കാരണം അതിനൊക്കെ ഒരു നേച്ചർ, ഒരു എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതിയായിട്ട് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഒരു ക്ലൈമറ്റ് ലെവൽ ഓഫ് റേഞ്ച് കൂടുതലാണ് നമ്മുടെ നാട്ടിൽ കൂടുതലാണ്. സാർ വളരെ ഇതുമല്ല, മൈനസിലും പോകില്ല, ഒരു ആവറേജ് ലെവലിലാണ് പോണത്. ഇങ്ങനെ ഈ ജീവിക്കണ ഈ നാട്ടിൽ, ഇങ്ങനെ രീതിയിലുള്ള നാട്ടിൽ, നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ചാരായ നിരോധനം ശുദ്ധ ഫോഷ്കായിരുന്നു, ശുദ്ധ മണ്ടത്തരമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ കോർപ്പറേറ്റാണ്, പക്ഷെ അത് ഞാൻ കോർപ്പറേറ്റായിട്ട് എന്നെ നിങ്ങളുടെ മുമ്പ് അവതരിപ്പിച്ചത് ഉദാഹരണമാണ്. ഞാനൊരു വ്യക്തിയാണ്, ഞാൻ ഒബക്സോളയാണ്. ഞാൻ പറയുന്നത് ചരിത്രം കണ്ട പൊട്ടത്തരത്തിൻ്റെ ആഴങ്ങളിലോട്ട് നമ്മൾ എത്തിയതാണ്. ഒന്ന് നിരോധിക്കാനുള്ളതല്ല എൻ്റെ പ്രേക്ഷകരെ. പിന്നെ ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് മതപണ്ഡിതന്മാർക്കും ജാതിസുള്ളവർക്കും എന്തോ ഇതൊക്കെ തെറ്റാണെന്ന് ധരിച്ചിരിക്കുന്നവർക്കൊക്കെ പലതും പറയും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് അസുഖം വന്നാൽ നിങ്ങൾ ഡ്രഗ്സ് എടുക്കുന്നില്ലേ? ഡ്രഗ്സ് എന്ന് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും മറ്റതാണ്. നല്ല മനുഷ്യ മരുന്ന് കഴിക്കുന്നില്ലേ? മെഡിസിൻ എടുക്കുന്നുണ്ടോ? മെഡിസിൻ ഡ്രഗ്സ് ആണ്. ഡ്രഗ്സ് എന്തെന്ന് പറഞ്ഞതാണ്, ഓരോ സ്റ്റെംസിൽ നിന്നോ എന്തിൽ നിന്നെങ്കിലും വേർതിരിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന വൈറസുകൾ വലുതാവുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഹെൽത്ത് നിർത്താൻ കരുതി എടുക്കുന്ന സാധനമാണ്. അതില്ലാതെ ഇവിടെ മലയാളിക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടുത്തെ ഹോസ്പിറ്റൽ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുള്ള സ്ഥലം, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ സ്റ്റോറുള്ള സ്ഥലം, ലോകത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് തിന്നണ ജനം, ആളോഹരി. അതാണ് ഞാൻ പറഞ്ഞത്, ആളോഹരി എക്സ്പെൻസിൽ ഏറ്റവും കൂടുതൽ മരുന്ന് തിന്നണ സ്ഥലം ജനം. ആയുർദൈർഘ്യം കൂടിയിട്ടുണ്ട്, അതെല്ലാടെ കൂടിയിട്ടില്ലേ? അപ്പൊ ഇങ്ങനെ ഞാനിതെല്ലാം നിങ്ങളുടെ എക്സാമ്പിൾ പറയാനായിരുന്നു, മനസ്സിലാക്കൂ നിങ്ങൾ. ഇങ്ങനെയുള്ള നമ്മളെ നാട്ടിൽ 10-30 വർഷത്തിന് മുമ്പേ ഇവിടെ എന്തോ ഇതൊക്കെ നിരോധിച്ചപ്പോൾ ഭയങ്കര ആഘോഷമൊക്കെ നടക്കണുണ്ട്. പക്ഷെ അതൊന്നും ഗുണമില്ലെന്നാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഒരു വ്യക്തിയായി, ഞാൻ ഒരു സാധാരണ ഇന്ത്യൻ പൗരനായി, ഞാൻ ഇനി സംസാരിക്കുന്ന ഇന്ത്യൻ പൗരനായിട്ടാണ്. ഞാൻ പറയുന്നു, നൊബക്സോള് പറയുന്നു, ചരിത്രം കണ്ട വിഡ്ഢിത്തം. ഇതുപോലല്ലോ, ഇത് 1000കണക്കിന് വിഡ്ഢിത്തം ഞാൻ കാണിച്ചു തരാം, ലക്ഷക്കണക്കിന് വിഡ്ഢിത്തം. ഈ വിഡ്ഢിത്തത്തിന്റെ പുറകെ നമ്മൾ പോകുമ്പോൾ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ പുതിയ ജനറേഷന്റെ വരുമാനം കുറയുകയാണ്. ആളോഹരി വരുമാനത്തിൽ നമ്മളെ പിള്ളേരെ വരുമാനം താഴണോണ്ടല്ലേ പിള്ളേർ ഓടണേ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്തൊക്കെ മാർക്കറ്റ് ചെയ്യാനുള്ള ചാൻസ് നമ്മുടെ നാട്ടിലുണ്ട് അതൊക്കെ ചെയ്യണം. ഈ നിരോധനം പിൻവലിക്കണം. അത് എന്തുകൊണ്ട് പിൻവലിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യാൻ പുതിയ തലമുറയെ പഠിപ്പിക്കണം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉപയോഗിക്കണം എങ്ങനെയെന്ന് പുതിയ തലമുറയെ പഠിപ്പിക്കണം. എത്രയാണ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടത്, ഇതിൻ്റെ അളവെന്ത്? നിങ്ങൾ ഒരു ഗുളിക കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അളവ് ഡോക്ടർ പറയണില്ലേ? അതിനപ്പുറം ഉപയോഗിച്ച് എന്താണ് സംഭവിക്കുന്നത്? ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു അളവുണ്ട്, അതിനപ്പുറം കഴിച്ചാൽ നിങ്ങളുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം എല്ലാം തന്നെ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയണം. ഉപയോഗിക്കുന്ന വിധം കുട്ടികളിലോട്ട് പഠിപ്പിക്കണം. എന്നിട്ട് ഇതെല്ലാം ലോകം മൊത്തം ആവശ്യമാണെന്ന് പഠിപ്പിക്കണം. ആ ആവശ്യം നമുക്ക് കേരളത്തിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ ഇത് പ്രൊഡക്ടിവിറ്റി ചെയ്യാം. പല സ്റ്റേറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളാണ് പൊട്ടന്മാർ. ഇവിടെ കുറെ മതക്കഴുതകളും മതപണ്ഡിതന്മാരും കാണിക്കുന്ന തെമ്മാടിത്തരം കാരണം സർക്കാർ അടക്കന്മാർക്ക് എന്തുണ്ട് മൂളി നിന്നു കൊടുക്കുകയാണ്. അത്തരം പരിപാടികളെ ഞാനാണ് പറയണത്. ഇപ്പം ഞാൻ ഒരു പൗരനായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ കോർപ്പറേറ്റൊക്കെ വിട്ട് അത് എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതൊക്കെ എടുത്ത് തൂക്കി ദൂരെ എറിയണം. എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ മാറ്റിയിട്ട് എല്ലാം കുട്ടികളെ പഠിപ്പിക്കണം. ഓരോന്ന് ഉപയോഗിച്ചാൽ എങ്ങനെ, അതിൻ്റെ അപകടം എങ്ങനെ, സയൻസ് ഉണ്ടാവണം എങ്ങനെ, സയൻറ്റിഫിക്കലി നിങ്ങൾക്ക് മുന്നേറണം. ഇതെല്ലാം നമ്മുടെ നാട്ടിലെ
പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തിയിട്ട് പുതിയൊരു പ്രൊഡക്ടിവിറ്റി കണ്ടെത്താൻ നമ്മൾ പുതിയ ജനറേഷനെ പ്രേരിപ്പിക്കണം. ആ നിലയിലോട്ട് മാറിയാൽ ഏറ്റവും നന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചരിത്രം കണ്ട ഏറ്റവും വലിയ വിഡ്ഢിത്തമായിരുന്നു ചാരായ നിരോധനം. ഇനി അതിലോട്ട് വരാം. ഞാൻ 2 ദിവസം മുമ്പേ പഞ്ചാബിൽ യാത്രയിലായിരുന്നു. പഞ്ചാബിൽ എല്ലാ സ്ഥലത്തും ഇതൊക്കെ അവൈലബിലിറ്റിയാണ്. അവിടുത്തെ കൃഷിക്കാർ സമ്പന്നരാവണതിൻ്റെ പിന്നിലെ രഹസ്യമാണ് ഞാൻ പറയുന്നത്. അതാണ് ഇനി പോണത്. വീഡിയോക്ക് വളരെ ലെങ്ത് ഉണ്ടാവും. അവിടുത്തെ കൃഷിക്കാർ സമ്പന്നരാവണതിൽ നിന്ന് അവരുണ്ടാക്കുന്ന ഗോതമ്പിൽ നിന്നാണ് വിസ്കി എടുക്കുന്നത്. അവിടെ ഉണ്ടാക്കുന്ന എന്ത് പറയണത് മുന്തിരിങ്ങയിൽ നിന്നാണ് ബ്രാൻഡി എടുക്കുന്നത്. അവിടെ ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങിൽ നിന്നാണ് വോഡ്ക എടുക്കുന്നത്. അവിടെ ഉണ്ടാക്കുന്ന സാധാരണ ഫ്രൂട്ടുകൾ മിക്സ് ചെയ്താണ് അവിടുത്തെ പട്ടച്ചാരായം ഉണ്ടാക്കുന്നത്. നമ്മളെ പഴയ ചാരായം അവിടെ ഇപ്പോൾ ചാരായം അവൈലബിൾ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ചാരായത്തിന് 340 രൂപ വിലയുള്ളൂ ഒരു ലിറ്ററിന്. 340 രൂപ വില ഉണ്ടെങ്കിൽ 120 രൂപയ്ക്ക് പ്രൊഡക്ടിവിറ്റി മാറണം. ഇതെല്ലാം അവിടെ എല്ലായിടും ഓപ്പണൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ വാങ്ങാൻ ആളില്ല. എന്ന് പറഞ്ഞാൽ അത് നോർമൽ ലൈഫായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരതെല്ലാം ഔട്ട്സൈഡിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ കേരളം വിട്ടിട്ടുള്ള കാര്യമാണ് പറയണത്. ഇത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയണത്. ഇത് എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ അവിടെയൊന്നും ഒരു പ്രശ്നങ്ങളില്ലെന്നേ. ഞാൻ റോഡിലോടുത്ത് വെള്ളം അടിച്ചോട്ട് മുഴുത് കിടക്കുന്ന ഒരുത്തിനെ കാണാനല്ലേ. നമ്മളിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ വരെ 5 കാണാം ഇപ്പോഴും ഈ കേരളത്തിനകത്ത്, തമിഴ്നാട് ബോർഡറിനകത്ത്. ഇതെല്ലാം ഓപ്പണൈസ് ചെയ്തിട്ട് ബിസിനസ്സാക്കണം. ബിസിനസ്സാക്കി പ്രതിശീർഷ വരുമാനം വ്യക്തിയിൽ കൂട്ടണം. അത് മെഡിസിനായാലും ഭക്ഷണമായാലും ആൽക്കഹോളിക് ലെവലിലോട്ട് മാറ്റി. ഇതൊക്കെ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇതിൽ മെഡിസിൻ കൂടുതൽ ഉപയോഗിച്ചാലും പ്രശ്നമാണ്, ഭക്ഷണം കൂടുതൽ കഴിച്ചാലും പ്രശ്നമാണ്, ആൽക്കഹോൾ കൂടുതൽ കഴിച്ചാലും പ്രശ്നമാണ്, എന്തും പ്രശ്നമാണ്. അത് ഒരു ലെവലിനപ്പുറം പോകാൻ പാടില്ല. ഒരു ദൈവത്തിന് നിങ്ങളെ വന്നിട്ട് ഒരു പിണ്ണാക്കം ചെയ്യാൻ പറ്റില്ലെന്നാണ് ഞാൻ പറയണത്. നിങ്ങൾ തന്നെ പ്രകൃതിയാലെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ റൊട്ടേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ അല്ലാതെ ഒരു ഗോഡിന് നേരിട്ട് വന്ന് നിങ്ങളെ ആരെ രക്ഷിക്കാനൊന്നും പറ്റൂല. ചരിത്രം അങ്ങനെയല്ല. അതിലോട്ട് ഞാൻ പോണില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ യാത്രയിൽ കൂടെ കണ്ടിട്ടാണ്. ഞാൻ ഛത്തീസ്ഗഡിൽ കൂടി യാത്ര ചെയ്തു. മദ്യത്തിനൊക്കെ ചീപ്പ് റേറ്റാണ്. പക്ഷെ അവിടുത്തെ കർഷകർ മെല്ലെ മെല്ലെ ഗ്രോത്തിലോട്ട് പോകണം. പഞ്ചാബിലേക്ക് കർഷകർ എന്നാണത്, കാനഡ ഭരിക്കുന്നത് പഞ്ചാബിലെ കർഷകരാണെന്ന് മനസ്സിലാക്കണം. അമേരിക്കയിലെ ഒരു സ്ഥലം തന്നെ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ കർഷകരാണ്. അതിൽ നിന്ന് ടെക്നോളജിക്കൽ ഫീൽഡിലാണ്. ഇതൊക്കെ ടെക്നോളജിയിലോട്ട് മാറി അവരൊക്കെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കി ലോകമൊത്ത് വിറ്റുകൊണ്ടിരിക്കണമല്ലോ. മലയാളികളത് ചെയ്യുന്നുണ്ട്, അതൊന്നും ഇപ്പോൾ ഇവിടെ വിശദീകരിക്കില്ല. ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത്, ചാരായ നിരോധനം ഒരു ചരിത്രം കണ്ട വിഡ്ഢിത്വമായി മാറി. അത് എങ്ങനെ വിഡ്ഢിത്വമായി മാറി എന്നുള്ളത് നിങ്ങൾ നോക്കിയേ. അൺബിലീവബിൾ. 40-50 ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടേണ്ട തൊഴിലിനെ കൂടെ ബ്ലോക്ക് ചെയ്തു. അതെന്തിനും ബ്ലോക്ക് ചെയ്ത്? കോർപ്പറേറ്റായ എനിക്ക് വേണ്ടി എന്ന് ഞാൻ പറയണില്ല. പക്ഷെ കോർപ്പറേറ്റ് ആണല്ലോ ഇവിടെ എല്ലാം വിറ്റ് പണ്ടാറാണ്. പാവങ്ങളെ ജനത്തിൻ്റെ പൈസയെ കൊണ്ടുവന്ന് മറ്റവൻ്റെ കയ്യിൽ അടിയറ വയ്ക്കുന്നു. 20,000 രൂപ വരുമാനമുള്ളവൻ ഒരു മാസം ഒരു 15 ബോട്ടിൽ വാങ്ങിയാണെങ്കിൽ അവൻ്റെ വരുമാനത്തിൻ്റെ 75% കൊള്ളയടിച്ചുകൊണ്ടു. ടാക്സൊക്കെ ഞാൻ പറയണില്ല. ടാക്സിനെ കുറിച്ചൊക്കെ ഞാൻ വിശദമായ വീഡിയോ പിന്നീട് ചെയ്യും, ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പം ഞാൻ പ്രേക്ഷകരെടുത്ത് പറയണത്, പ്രേക്ഷകരെ നിങ്ങൾ ആലോചിക്കൂ, ചിന്തിക്കൂ. നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല ലോകം. ഈ കാണുന്നത് ഒരു പിണ്ണാക്കുമല്ല. ഈ ഒന്നുമല്ലെന്നാണ് ഞാൻ പറയണത്. ചില കാര്യങ്ങൾ യാഥാർത്ഥ്യത്തോടെ മനസ്സിലാക്കും. നിങ്ങൾ കുട്ടികൾക്ക് തൊഴിൽ വേണ്ടേ, നാട്ടിൽ സമ്പത്ത് വരണ്ടേ, പ്രതിശീർഷ വരുമാനം കൂടണ്ടേ, എങ്കിൽ മാത്രമാണ് GDP റേറ്റിൽ നമ്മൾ മുന്നിലെത്തിയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ എൻ്റെ കയ്യിലൊരു 10 ലക്ഷം കോടി രൂപ കെട്ടിക്കിടന്നുകൊണ്ടിട്ട് നാട്ടിലുള്ളവർക്ക് എന്ത് പ്രയോജനം? അതൊരു 1-2 ലക്ഷം പേർക്ക് പ്രയോജനം കിട്ടും, അതിനപ്പുറം കിട്ടൂല. 150 കോടി ജനമുണ്ട് ഇവിടെ. മൾട്ടിപ്ലൈ ചെയ്യണം. ഓരോ കുടുംബത്തിൻ്റെ, ഓരോ വ്യക്തിയുടെ വരുമാനം വർദ്ധിക്കണം. ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 4 വ്യക്തിയുടെ വരുമാനം കൂട്ടി വയ്ക്കുക. 50,000 രൂപ വെച്ച് കൂട്ടിക്കുക. 2 ലക്ഷം രൂപ നിങ്ങളെ വീട്ടിലെത്തിയാൽ ഇറ്റ്സ് എ പോസിബിൾ. അതെങ്ങനെ കൊണ്ടുവരും? എല്ലാവർക്കും തൊഴിൽ, ഗവൺമെൻറ് ജോലി കൊടുക്കും. ഗവൺമെൻറ് ജോലിയെ തെറ്റ്. ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന ടാക്സിൻ്റെ പൈസയാണ് മറ്റന്മാർക്ക് പണ്ടാരം അടങ്ങി പള്ളക്കിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അവന്മാരെ ചീത്തവിളി നമ്മൾ കേൾക്കണം. അതല്ല, പുറത്തുനിന്ന് നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് വേറൊരാൾക്ക് വിറ്റിട്ട് ആ വരുമാനം ഇവിടെ വരുമ്പോഴാണ് യഥാർത്ഥ ഇൻകം ആവുന്നത്. അതുകൊണ്ടാണ് ആളോഹര വിഹിതത്തിൽ ഇന്ത്യ ഇന്ന് 195 രാജ്യങ്ങളിൽ 100നും താഴെയാണ്. ചടപ്പ് തോന്നില്ലേ? കേരളം നോക്ക്, അതിൻ്റെയും താഴെയാണ്. ചടർപ്പാണ് ഇതൊക്കെ. ചടർപ്പ്, വെറും ചടർപ്പ്. ഈ പറയണ അതുകൊണ്ട് നിങ്ങൾ GDP റേറ്റിൽ മുന്നിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട്
ജനമേ നിങ്ങൾ കരുതരുത്. ഞാനതുകൊണ്ടുണ്ട്. അപ്പൊ ഇത്തരം നിരോധനങ്ങൾ ഉണ്ടാക്കിയ എഫക്റ്റാണ് ഞാൻ കേരളത്തിൽ പറയണത്. പക്ഷെ ഞാൻ ഈ റെഗുലറായിട്ട് യാത്ര ചെയ്യുകയും റെഗുലറായിട്ട് കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തപ്പോഴും മനസ്സിലാക്കിയ കാര്യം എൻ്റെ പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യണമെന്നുള്ളൂ. നിങ്ങൾ ഒരാളും ആര് കാണുന്നില്ല എന്ന വിഷയമല്ല. ഞാൻ മരിച്ചതിന് ശേഷം ഈ വീഡിയോ നിൽക്കും. ഞാൻ എൻ്റെ കണ്ണടഞ്ഞു പോയതിനു ശേഷം ഈ വീഡിയോ നിൽക്കും. എൻ്റെ രാജ്യം വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. കാരണം എൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ 150 കോടി ജനങ്ങൾ നടക്കില്ല. ഇവർക്ക് 4 നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കിട്ടണം. അവർക്ക് ഏറ്റവും നല്ല ഗ്രോത്ത് വരണം. അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ എല്ലാം തന്നെ ലോകം മൊത്തം എത്തണം. ആ ലോകത്തിലുണ്ടാക്കുന്ന പ്രോഡക്റ്റ് നമ്മളെ നാട്ടിലും എത്തണം. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ നമ്മൾ നല്ല സ്റ്റൈലാക്കണം. അല്ലാതെ ജപ്പാനെ നമ്മൾ ക്രോസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു തരം അഹങ്കാരം ഉണ്ടല്ലോ, അതൊക്കെ വിട്ടുകളയണം. പിന്നെ കേരളത്തിൽ സംഭവിച്ച കുറെ മണ്ടത്തരങ്ങളൊക്കെ അന്നത്തെ സാഹചര്യത്തിൽ ആ മിനിസ്റ്റേഴ്സും അവരും എടുത്തത് ചിലപ്പോൾ ശരിയായിരിക്കാം. ഞാൻ അതിനെയൊന്നും ഒരിക്കലും കുറ്റം പറയില്ല. ഞാൻ ഒരു മിനിസ്റ്ററെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. പക്ഷെ എല്ലാം കോർപ്പറേറ്റിന് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അത് ചരിത്രം കണ്ട വിൽപ്പനയായിരുന്നു. ഞാനെന്ന് പറയുന്ന കോർപ്പറേറ്റിന് വേണ്ടി ചാരായം നിരോധിക്കുകയും അല്ലെങ്കിൽ പല കാര്യങ്ങളും നിരോധിക്കുകയും എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന പ്രോഡക്റ്റ് ഓപ്പൺ മാർക്കറ്റിൽ സുലഭമായി വിൽക്കുകയും എൻ്റെ നിന്ന് ഒരു നിശ്ചിത ശതമാനം വാങ്ങി നിങ്ങളുടെ ഫണ്ടായിട്ട് സ്വീകരിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. തീരുമാനം ജനം എടുക്കട്ടെ. 1. 2, അങ്ങനെയല്ല. അന്നത്തെ ഒരു പ്രഷറിന്റെ പുറത്ത് ജനത്തിന്റെ വോട്ടിങ്ങിന്റെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളെടുത്ത തീരുമാനമാണെങ്കിൽ അതിലും തെറ്റില്ല. അതിൽ ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ രണ്ടും നഷ്ടം ജനത്തിനാണ്. പ്രതിശീർഷ വരുമാനത്തിൽ എൻ്റെ ഈ നാട്ടിലെ ജനത്തിന് ബാക്കിലോട്ട് അടിച്ചു. കാരണം എല്ലാ മേഖലയിലും തുറന്നു വിടണമെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ മേഖലയിലും ഓപ്പണൈസ് ചെയ്യണം. ഓപ്പണൈസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കൂ. നിങ്ങൾ പലയിടത്തും പോകും. ഇതൊക്കെ ചെറുകിട കച്ചവടമാണ്. ഈ ഡ്രിങ്ക് ഡൈല്യൂട്ട് ചെയ്യണത്, പ്രോഡക്റ്റ് ഉണ്ടാക്കണയൊക്കെ. എന്നിട്ട് അത് വലിയ പ്രൈവറ്റ് കമ്പനികൾക്കായിട്ട് ഇവർ കൊടുക്കുകയാണ് ചെയ്യണത്. എക്സാമ്പിൾ പറഞ്ഞാൽ മിൽമ പാൽ ഉണ്ടാക്കണത് എങ്ങനെയാണ്? മിൽമയുടെ കോർപ്പറേറ്റ് ടീമാണ് ഇരുന്ന് കറന്നുണ്ടാക്കണത്. ഇല്ലല്ല. നമ്മുടെ നാട്ടിൽ മുക്കിനും മൂലയിലും മിൽമയുടെ ഷോപ്പ് വെച്ചിട്ട് രാവിലെ കർഷകരെ നിന്ന് പാല് സംഭരിച്ച് തന്നെ വെളിയിൽ വിൽക്കണത് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറയും ഈ മിൽമ എന്ന് പറയുന്ന സാധനം കോടിക്കണക്കിന് രൂപ കച്ചവടം നടക്കണമല്ല. മിൽമയുടെ ചെയർമാന്റെ ശമ്പളം നിങ്ങൾക്ക് അറിയാമോ? 2-3 ലക്ഷം രൂപ വരും ഒരു മാസം. എന്താ ഈ ചെയർമാനും ടീമുമാണോ ഇത് കറന്നുണ്ടാക്കി പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ലോകം കിട്ടുക? അമൂൽ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമുണ്ട്. നിങ്ങൾ എന്താ അന്വേഷിച്ച് നോക്കി. ഈ സാധനം ഉണ്ടാക്കുന്നവരാണ് കർഷകരാണ്, സാധാ കർഷകര്. ആ കർഷകരുടെ കൂട്ടായ്മ ചേർന്നിട്ട് അതൊരു കമ്പനിയിലോട്ട് ഫ്ലോ ചെയ്തിട്ട് അവർ പ്രോഡക്റ്റ് ആക്കി മാറ്റി വിൽക്കുകയാണ്. അത് എല്ലാത്തിലും ചെയ്തുകൂടാത്തത്. അപ്പോൾ ആ കർഷകരെ വരുമാനം വർദ്ധിച്ച അതേ സാധനം തന്നെ കർഷകർ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടാക്കിയെന്ന് വെക്കൂ. നമ്മുടെ തന്നെ പൈനാപ്പിൾ, നമ്മുടെ തന്നെ കപ്പ, നമ്മുടെ തന്നെ അത്തിച്ചക്ക, നമ്മുടെ തന്നെ എന്ത് പറയണത് നാട്ടിൽ കോമൺ ആയിട്ട് പേരയ്ക്ക, ഇതൊക്കെ കോമൺ ആയിട്ട് വളരുന്ന സാധനങ്ങളല്ലേ. അങ്ങനെ ഇവിടെ ഉണ്ടാകുന്ന ഫ്രൂട്ട് എന്തിരിക്കുന്നത് പലതും. ആപ്പിളൊന്നും ഉണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ക്ലൈമറ്റ് ഓഫ് ലെവൽ വേറെ. അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാ ഫ്രൂട്ടിൽ നിന്ന് വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ലോക മാർക്കറ്റ് ഇറങ്ങട്ടെ. അങ്ങനെ വരുന്ന പൈസ നിങ്ങളെ വീട്ടിലെത്തും, ഓരോ വ്യക്തിയുടെയും അക്കൗണ്ടിലോട്ട് മാറും, പ്രതിശീർഷ വരുമാനം വർദ്ധിക്കും. ഇതിനൊക്കെ എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആരാണ്? കുറെ മതപണ്ഡിതന്മാർക്ക് നിങ്ങൾ മറ്റേ മുട്ടുമടക്കി കൊടുക്കുകയാണ് ചെയ്യണത്. ആ കാലമൊക്കെ പോയി എന്നാണ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഞാൻ പറയണത്. എൻ്റെ പുതിയ ജനറേഷനെടുത്ത് ഞാൻ പറയണത്. മാറേണ്ടതുണ്ട്. മാറിയില്ലെങ്കിൽ നമ്മൾ പിന്നിൽ പോകും, അവൻ മുന്നിൽ വരും. കടം വാങ്ങിച്ച് ജീവിക്കേണ്ടി വരും. എക്കാലവും കടം വാങ്ങിച്ച് ഗവൺമെന്റ് ചെലവാക്കേണ്ടി വരും. എന്നിട്ട് ഗവൺമെന്റ് ചെലവാക്കിയല്ല നമ്മളെ വീട്ടിന്റെ ടാക്സും ചപ്പ് ചവറെന്ന് പറഞ്ഞ് പിഴിഞ്ഞുകൊണ്ടു. നിങ്ങൾക്കറിയാമോ ഇവിടെ ഒരു ഇച്ചിരി പോണ ഒരു ഡ്രിങ്ക് വിൽക്കുന്നതിന്റെ ടാക്സ് അറിയാമോ? 310 രൂപയ്ക്കാണ് ഒരു സാധനം സപ്ലൈ ചെയ്യണത്. അത് വിൽക്കുന്നത് 1800 രൂപയ്ക്ക്. ടാക്സ് എത്രയായി? അതൊക്കെ ഞാൻ പറഞ്ഞില്ല. ടാക്സിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് നിങ്ങളോട് സംസാരിക്കാം. ഇന്ത്യക്കകത്ത് അത് മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ പറയണത്. മാറണം. പൊട്ടത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കരുത്. പുതിയ തലമുറയുടെ അടുത്താണ് ഞാൻ പറയണത്. നിങ്ങൾ സയൻസ് മേഖലയിൽ മുന്നേറണം. ഇതുപോലെ നമ്മുടെ ചുറ്റുപാടത്തുള്ള എല്ലാ സാധനങ്ങളും പ്രൊഡക്ടിവിറ്റി ആക്കി മാറ്റണം. എന്നിട്ട് ആ ലോകം മൊത്തം വിറ്റിട്ട് ഇവിടെ കാശ് കൊണ്ടുവരണം. നിങ്ങൾ എവിടെ പോയി ജീവിക്കുക? നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പണം വരണം. ആ നിലയിലോട്ട് നമ്മളെ മാറണം. അല്ലാതെ എവിടെ GDP റേറ്റിൽ നമ്മൾ ജപ്പാനെ പിന്തള്ളി എന്ന് പറഞ്ഞ് മറ്റേ മൊണ്ണയായിട്ടിരിക്കരുത്. 65% ജനങ്ങളും ദരിദ്രത്തിലാണ് ജീവിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ പ്രേക്ഷകരെ പൊട്ടത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ടുള്ള കുറേ, ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെന്റിനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. അത് അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം.
കോർപ്പറേറ്റ് തീർന്നെഴുതിയോ അല്ലാതെ അവൻ്റെ സാഹചര്യം കൊണ്ട് ചെയ്തോ ഒന്നും പറയില്ല. പക്ഷെ ഇനി മാറേണ്ടതുണ്ട്. അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ പുറത്ത് നിങ്ങൾ മതവും ജാതിയും കൊണ്ട് കുത്തിവെച്ച നിങ്ങളുടെ വീട്ടിലെ വരുമാനം തന്നെയാണ് കുറയണത്, നാട്ടിലെ വരുമാനം തന്നെയാണ് കുറയണത്, പ്രതിശീർഷ വരുമാനം തന്നെയാണ് കുറയണത്. അതുകൊണ്ട് അത്തരം ഒരു പരിപാടികളും ചെയ്യലെന്ന് ഞാൻ പ്രേക്ഷകരെടുത്ത് ഞാൻ ചെയ്യലെന്ന് പറയണില്ല. നിങ്ങൾ ആലോചിക്കും, തിങ്ക് ചെയ്യൂ. അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രം കണ്ട വിഡ്ഢിത്തം. കാരണം എന്ന് പറഞ്ഞാൽ 40 ലക്ഷം കുടുംബങ്ങൾ സുഖമായിട്ടുണ്ടുറങ്ങി പ്രതിശീർഷ വരുമാനം വർദ്ധിക്കേണ്ട മിനിമം, അതായത് കറക്റ്റാ മൾട്ടിപ്ലൈ ചെയ്താൽ 1 കോടി പേർക്ക് തൊഴിൽ കൊടുക്കുക എൻ്റെ കണക്കൂട്ടൽ ഈ മേഖല വഴി. അതായത് മിൽമ പാൽ ഉൽപ്പാദിപ്പിക്കും പോലെ, അമൂലിൻ്റെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും പോലെ കേരളത്തിൽ ഇത് ഉൽപ്പാദിപ്പിക്കാം. ഇത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് സൊസൈറ്റികൾ രൂപീകരിച്ചിട്ട് അവിടെ ഇതെല്ലാം കൊണ്ടുവരാം. എന്നിട്ട് ഇവരുടെ ബ്രാൻഡിനെ വാല്യൂ ചെയ്തുകൊണ്ട് കോർപ്പറേറ്റ് കമ്പനിയിലോട്ട് മാറ്റാം. അത് ലോകം മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത് ബിസിനസ് ചെയ്യാം. ബിസിനസ് ചെയ്ത് ഓപ്പൺ മാർക്കറ്റ് വിൽക്കുമ്പോൾ ആ പണം കർഷകന്റെ അക്കൗണ്ടിലോട്ട് വരും. കർഷകൻ സമ്പന്നനാവൂ. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വലിയ ടോപ്പിലിരിക്കുന്ന 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങി ജീവിക്കുന്ന ഗവൺമെന്റ് ജോലിക്കാരന് തുല്യം അല്ല, അതിനേക്കാളും മുകളിൽ ഇവിടുത്തെ കർഷകൻ ജീവിക്കും. പക്ഷെ അതിന് അനുവദിക്കൂല. അടിമയെ വേണം ഇവിടെ എല്ലാവർക്കും. അടിമയാണ് ഇവിടെ എല്ലാവർക്കും വേണ്ടത്. അടിമയാവണോ നിങ്ങൾ? പ്രിയ പ്രേക്ഷകർ ആലോചിക്കൂ. അതായത് നിങ്ങളുടെ പല വരുമാനവും ബ്ലോക്ക് ചെയ്യണത് നിങ്ങൾ ഇവർക്കൊക്കെ അടിമയായിട്ട് വേണം. ഈ അടിമയായിട്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ പറയണ ആവരുത്. എൻ്റെ കാലം കഴിഞ്ഞു. പ്രിയ പുതിയ തലമുറ, നിങ്ങൾ ആകരുത്. നിങ്ങൾ അടിമയായിട്ട് ജീവിക്കാനുള്ളതല്ല. പുതിയ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കും, ഫൈറ്റ് ചെയ്യൂ, വാറടിക്കൂ. പ്രകൃതിയിലെല്ലാം നിക്ഷിപ്തമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് വലിച്ചെറിഞ്ഞാലും ഉണ്ടാവുന്ന തലമാണ്. പക്ഷേ ടെക്നിക്കലി ട്രാപ്പിഡാണ്. ട്രാപ്പിഡാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്? ഈ ടെക്നിക്കലായിട്ട് നിങ്ങൾ അറിയാതെ ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്. രണ്ടാമത്, നിങ്ങൾ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ രീതി മാറ്റൂ, വിദ്യാഭ്യാസ നിലവാരം മാറ്റൂ. അതിനുവേണ്ടി വാർ ചെയ്യൂ. ഞാൻ പറഞ്ഞില്ലേ, മിൽമ പാൽ ഉൽപ്പാദിപ്പിക്കാമെങ്കിൽ, അമൂൽ എന്ന് പറയുന്ന സാധനം കർഷകരുടെ നിന്ന് സംഭരിക്കാമെങ്കിൽ, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു. കാരണം നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇതിൽ നിന്നെല്ലാം ഞാൻ അതാണ് വീണ്ടും പറയുന്നത്, നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് മെഡിസിൻ എടുക്കാം, മെഡിസിനാക്കി മാറ്റാം. 2, അതിൽ നിന്ന് ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കാം, അതിൽ ലോകം മൊത്തം മാർക്കറ്റ് ചെയ്യാം. 3, സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം. നമ്മുടെ സ്കിൻ കെയർ, ബ്യൂട്ടി, സൗന്ദര്യം ഉണ്ടാക്കണം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം, അതും മാർക്കറ്റ് ചെയ്യപ്പെടാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ തന്നെയും പ്രകൃതിയിൽ ജീവിക്കുന്ന ജീവികളുണ്ട്, അവയ്ക്ക് വേണ്ട ഭക്ഷണമാക്കി മാറ്റാം. അതിൻ്റെ വേസ്റ്റുകൾ അതെല്ലാം എടുത്തതിന് ശേഷം പറഞ്ഞ വേസ്റ്റുകൾ ഇതെല്ലാം ഓപ്പൺ മാർക്കറ്റിലാണ് ബെസ്റ്റാണ്. ഇതെല്ലാം ഈസി ആയിട്ട് നമ്മുടെ നാട്ടിലുണ്ടാവും. പക്ഷേ ഇതെല്ലാം നിരോധിക്കലാണ് നമ്മുടെ നാട്ടിലെ പണി. നിരോധിച്ചിട്ട് കോർപ്പറേറ്റായ ഞാൻ പാക്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം നമ്മുടെ നാട്ടിലിറക്കി വിറ്റ് അതിനെ വാങ്ങിച്ച് തീറ്റിച്ചിട്ട് നമ്മളെ രോഗിയാക്കുന്ന ഒരു പരിപാടി പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്നിട്ട് കുട്ടികൾ എന്ത് പറ്റണം? അത് മനസ്സിലാക്കിയിട്ട് കുട്ടികൾ മിണ്ടാതെ, ഇവിടെ കാരണം അങ്ങനെയാണ്, മിണ്ടാതെ അവർ നാട് വിട്ടു പോകണം. അത് ഞാൻ പറയുന്ന പ്രേക്ഷകർ, എനിക്ക് എൻ്റെ നാട്ടിൽ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ തന്നെ ഉള്ളൊരു കാഴ്ചപ്പാടുള്ളതാണ്. യാഥാർത്ഥ്യം ഇതാണ്. ഒരു ദൈവങ്ങളെ നിങ്ങളെ രക്ഷിക്കാൻ വരില്ല. ഒരു ദൈവം ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാറില്ല. ഒരു ദൈവം ഒരു എന്ത് പറയണം, ഒരു നെൽമണി ഉണ്ടാക്കിയിട്ടില്ല. ഒരു ദൈവം ഒരിക്കലും ഒരു ആപ്പിൾ ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ പ്രകൃതിയിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കണതാണ്, പ്രകൃതിയാലുള്ളതാണ്. അത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് ചിന്തിക്കേണ്ടത്. മൾട്ടിപ്ലൈ, അതായത് 50 ആപ്പിൾ ഉണ്ടാവുന്നിടത്ത് 5000 ആപ്പിൾ ഉണ്ടാക്കി 50 ആപ്പിളേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ, ബാക്കി ആപ്പിൾ വിൽക്കാം. നമുക്കൊരു 10 കിലോ അരിയാണ് ഒരു മാസം വീട്ടിൽ ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്ക് 1000 കിലോ അരി വീട്ടിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 990 കിലോ അരിയും നിങ്ങൾക്ക് പുറത്ത് വിറ്റ് മാർക്കറ്റാക്കി മാറ്റാം. അതിൽ നിന്ന് പല പ്രോഡക്റ്റ്, അതാണ് അരി വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രോഡക്റ്റുകളാക്കി മാറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ ഓഫ് ലെവൽ കൂടും. ഇതിനൊന്നും സമ്മതിക്കാതെ പലതിനെ നിരോധിക്കലാണ് നമ്മളെ ജോലി. ഏതോ മതത്തിന് വേണ്ടി, ഏതോ ജാതിക്ക് വേണ്ടി. ഇതിനൊക്കെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ കൂട്ടു നിൽക്കണമെങ്കിൽ കൂട്ടു നിൽക്കും. ഞാനിതാ തുറന്നു പറഞ്ഞു, ഞാനൊരു 5-10 വർഷത്തിനകത്ത് കണ്ണടച്ചു പോകും. നമ്മൾ ട്രാപ്പിഡാണെന്ന്. ട്രാപ്പിഡ് ആരാണ് ട്രാപ്പിഡ്? നിങ്ങളുടെ ജീവിതത്തിന്, നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുട്ടികളും ട്രാപ്പിഡാണ്. ടെക്നിക്കൽ ട്രാപ്പിഡ്. ഇത് നിങ്ങൾ വേണമെങ്കിൽ അനുവദിച്ചു കൊടുക്കും, പക്ഷെ ഞാൻ എതിർക്കുന്നു. ഇതിനെല്ലാം ഞാൻ നഖശികാന്തം എതിർത്ത് തുടങ്ങി. ഞാൻ ചങ്കുറപ്പോടെ തന്നെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നല്ല സ്റ്റൈലിഷായിട്ട് തന്നെ ജീവിക്കണം. എനിക്കൊരു പേടിയില്ല ഇപ്പോൾ ആരെയും. കാരണം എനിക്കിത് 10-25-30 വർഷത്തിന് മുമ്പേ പറയാനുള്ള കാര്യങ്ങളാണ്, പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല ഒന്നും. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, സൂക്ഷിക്കുക. കാരണം ഇല്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്കാണ്. എനിക്കല്ല. ഞാൻ കാലം കഴിയുന്നത് അടുത്ത തലമുറയ്ക്ക്, അതിൻ്റെ അടുത്ത തലമുറയ്ക്ക്
എവിടെയോ എത്തേണ്ട നിങ്ങളെല്ലാവരും തകർന്ന് തരിപ്പണമായി ഇവിടെ എവിടെയെങ്കിലും ഗവൺമെൻറ് ജോലി വാങ്ങിച്ചോ, എന്നെ നല്ല വിദ്യാഭ്യാസം നേടിയിട്ട് ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളിൽ 10,000 രൂപ 15,000 രൂപയ്ക്ക് ജോലിക്കോ, അല്ലെങ്കിൽ സമൂഹത്തെ പേടിച്ചിട്ട് എവിടെയെങ്കിലും താഴ്ന്ന് കിടന്ന് വല്ല എന്ത് പറയണ ഏറ്റവും ചണ്ടിയായിട്ട് അടിമകളായിട്ട് ജീവിക്കും. അപ്പോൾ അടിമകളാവണോ സ്വതന്ത്രരായിട്ട് ഏറ്റവും നല്ല ഇതോടുകൂടി നിങ്ങളെ കുട്ടികളെ ഗ്രോത്ത് വരുത്തിയിട്ട് ലോകം മൊത്തവും അവർ മൾട്ടിപ്ലൈ ചെയ്ത് എൻ്റെ രാജ്യം വികസിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ രാജ്യം വികസിക്കണം, എൻ്റെ 140 കോടി ജനങ്ങളും നല്ല ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുമില്ലെങ്കിൽ അവർ ബെൻസിൽ പോയില്ലെങ്കിൽ ഒരു മിനിമം ഒരു കൊച്ചു കാറിലെങ്കിലും പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചേരാം, വേണ്ടെങ്കിൽ ചേരണ്ട. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടിട്ട് പോന്നേ. അതൊന്നും എൻ്റെ വിഷയമല്ല. എനിക്ക് പറയാനുള്ളത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞു. സൂക്ഷിക്കുക, അപകടം മുന്നിലാണ്. കാരണം അപകടം മുന്നിലെന്ന് പറയുന്നത് അപകടത്തിനകത്ത് നമ്മളായിട്ട് ഇവർ കുഴച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നിങ്ങൾ ചാടി വേണമെങ്കിൽ ഓടിക്കോ, ഓടി നിങ്ങളുടേതായ സ്റ്റാൻഡ് കണ്ടെത്തിക്കോ. ഇല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ പഴയകാലത്ത് അടിമ വ്യാപാരം അറിയാമല്ലോ, അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കാനുള്ള ടൈമില്ല. ആ അടിമ വ്യാപാരത്തിന് തുല്യമായിട്ട് നല്ല വസ്ത്രം ധരിക്കും, നല്ല എല്ലാം നിങ്ങൾ ധരിക്കും, പക്ഷെ നിങ്ങൾ എന്നും അടിമയായിരിക്കും. കാരണം കിട്ടണ 20-25,000 രൂപ ജോലി ശമ്പളം കിട്ടണ പൈസ മൊത്തം ഗവൺമെൻറ് ടാക്സ് ആയിട്ട് മറ്റു തൊട്ടൊക്കെ നമ്മളിന്ന് വലിച്ചുകൊണ്ട് പോകും. കടമാച്ച് ബാങ്കിൽ നിന്ന് ലോണെടുത്ത് പണ്ടാരുടങ്ങി മുടിഞ്ഞ് ജീവിതകാലം മൊത്തം നിങ്ങൾ സമാധാനമില്ലാത്തൊരു ചാവും. അങ്ങനെ ചാവാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ വരുമാനം കൂടണം. പ്രതിശീർഷ വരുമാനം വ്യക്തിക്ക് കൂടണം, രാജ്യത്തിലല്ല. എന്നെ പോലെ കോർപ്പറേറ്റ് എൻ്റെ കയ്യിലല്ല ഇരിക്കേണ്ടത്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 50,000 രൂപ വെച്ച് 4 ലക്ഷം രൂപ നിങ്ങളുടെ വീട്ടിൽ വരുമാനം വരണം. പ്രതിശീർഷ വരുമാനം, അതായത് മാസ വരുമാനം 50,000 വെച്ച് 2 ലക്ഷം രൂപ വരണം. അപ്പോൾ ഒരു വർഷമാകുമ്പോൾ എത്രയായി? 4 പേരുണ്ടെങ്കിൽ 24 ലക്ഷം രൂപ. 24 ലക്ഷം രൂപ വരുമാനമുള്ള നിങ്ങൾ കടം വാങ്ങിക്കേണ്ടി വരില്ല. കടം വാങ്ങിച്ചാൽ നിങ്ങൾ പുതിയ പ്രോജക്റ്റിന് വേണ്ടിയായിരിക്കും. ആ നിലയിൽ പ്രിയ പ്രേക്ഷകരെ, ചിന്തിച്ച് ജീവിക്കൂ. എൻ്റെ യാത്രകളും എൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ ഞാനിങ്ങനെ ഒന്ന് ഷെയർ പറയും. ഞാൻ പോയിക്കൊണ്ടേയിരിക്കും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞ് കണ്ടടയാണ്. ആലോചിക്കൂ, നിങ്ങളായിട്ട് നിങ്ങൾ അടിമയാകാതിരിക്കൂ. അതേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്, നൊബാക് സോളോ.